ബിഗ് ബോസ് മലയാളം സീസൺ 7 13-ാം ആഴ്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് പ്രൊമോയിൽ ഇത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ലൈവിലും നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തപ്പോൾ അനുമോൾക്ക് പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. അതെന്തായാലും ഏത് പെൺകുട്ടികൾക്കാണെങ്കിലും ഉണ്ടാവും. നമ്മൾ പെട്ടെന്ന് ഒരാൾ നമ്മളോട് പ്രപ്പോസ് ചെയ്യുമ്പോൾ നമുക്കാകെ കൺഫ്യൂസ്ഡ് ആയിപ്പോവും. പിന്നെ ഫിനാലെ അടുക്കുന്ന ഒരു സമയമാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രേക്ഷകർ അത് എടുക്കുകയെന്നും പിന്നെ അനീഷിൻ്റെ ഫാൻസ് ഇത് എങ്ങനെ എടുക്കുക എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ അനുമോൾക്ക് ഉണ്ടായിരുന്നിരിക്കും. എന്നാലും അനുമോൾ പറഞ്ഞത് എനിക്ക് ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ട് കുറേ. ഞാനിപ്പോൾ കല്യാണത്തെ പറ്റി ആലോചിക്കുന്നതേ ഇല്ല. പിന്നെ എനിക്ക് എൻ്റെ കുടുംബമുണ്ട്, എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം, വീട് കെട്ടണം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അനീഷ് ഇതൊന്നും മുഴുവനായിട്ട് കേട്ടോ എന്നറിയില്ല. അനീഷ് പെട്ടെന്ന് തന്നെ മുഖം കറുപ്പിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. അനുമോൾക്ക് ഇത് ആരോടെങ്കിലും ഒന്ന് പറയാൻ തോന്നിയെന്ന് തോന്നുന്നു. അത് ആരോടെങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് ആകെക്കൂടി ഒരു വിഷമമായി പോവുമല്ലോ. അപ്പോൾ ആദിലേനെ വിളിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെ അനീഷ് എന്നെ പ്രപ്പോസ് ചെയ്തു, അനീഷേട്ടൻ എന്താണ് ചെയ്യുക ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആദില പറയുന്നുണ്ട്, ഇതൊരു ഡ്രാമയായിരിക്കാം, ചിലപ്പോൾ ഇത് ബിഗ് ബോസിൻ്റെ ഒരു ഡ്രാമയാണോ എന്നൊക്കെ രണ്ടു പേർക്കും ഒരു സംശയമുണ്ട്. പക്ഷെ അനുമോൾ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ കുറച്ച് ദിവസമായിട്ട് അനീഷേട്ടനെ നോട്ട് ചെയ്യാണ്. അയാൾ എനിക്ക് പോമഗ്രനേറ്റ് എല്ലാവർക്കും കൊടുത്തതിനെക്കാട്ടും കൂടുതൽ കൊണ്ടുവന്ന് തന്നു. പിന്നെ എൻ്റെ ഗ്ലാസ് കഴുകുന്നു, പിന്നെ കുളിക്കാൻ പോകുമ്പോൾ ഞാൻ കുളിക്കാൻ പോട്ടെ, അങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഞാൻ എന്നോട് സമ്മതം ചോദിച്ചിട്ടൊക്കെയാണ് അനീഷ് പോകുന്നത് എന്നൊക്കെ ആദിലയോട് പറയുന്നുണ്ട്. പിന്നെ നൂറയോട് ഇതൊന്നും പറയണ്ടെന്ന് ആദിലയോട് ആദ്യം പറയുന്നുണ്ടെങ്കിലും പിന്നെ നൂറയോടും കൂടി ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അനീഷ് ചെയ്തത് അനുമോളോട് പ്രപ്പോസ് ചെയ്തത് അത് വലിയ തെറ്റായിട്ടൊന്നും എനിക്കും തോന്നുന്നില്ല. അത് പ്രേക്ഷകർക്കും തോന്നുന്നില്ല. ആർക്കെങ്കിലും മനസ്സിലുള്ളത് ഡയറക്റ്റായിട്ട് എപ്പോഴും ചോദിച്ചാൽ അത് ക്ലാരിറ്റി വരുത്തുക തന്നെയാണ് നല്ലത്. പക്ഷേ ആ കുട്ടി അനുമോൾ എന്തെങ്കിലും അതിന് ഉത്തരം തരുമ്പോൾ അത് മുഖം വീർപ്പിച്ച് പോവാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അനുമോൾ പിന്നെ അനീഷിനെ പോയിട്ട് അവിടെ ഹാളിലിരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ അനീഷ് അതിന് തയ്യാറാവുന്നില്ല. അനുമോൾ വിളിച്ചപ്പോൾ അനീഷിന് കൂടെ ചെന്ന് അതൊരു ക്ലാരിറ്റി വരുത്താമായിരുന്നു. നമുക്കൊരാളോട് ഇഷ്ടം തോന്നിയാൽ പക്ഷെ അയാൾക്കത് തിരിച്ചു തോന്നണമെന്ന് ഇല്ലല്ലോ. അപ്പോൾ അത് അനീഷ് അതൊരു ചെയ്തതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല.